തരൂ, തരൂ, ഒന്ന് വാതിൽ തുറന്നേ. അയ്യോ ചിന്നൊന്നും ചെയ്യല്ലേ, അറിയാതെ പറ്റിപ്പോയത്. ഇനി മേനോ ഞാൻ വൈ നോക്കില്ല. തരൂ, ഒന്ന് വാതിൽ തുറന്നേടാ. വേഗം തുറക്കാൻ. അയ്യോ അമ്മ ഇവളെന്നെ തല്ലിക്കൊല്ലം വരുന്നേ, ഓടിവായോ. സ്വപ്നായിരുന്നോ? ശേ, വെറുതെ പേടിച്ച്. തരൂ, തരൂ, വാതിൽ തുറക്ക. എത്ര നേരം ഞാൻ വിളിക്കുന്നേ. ഈശോ, ഇവളെവിടെ വന്നു? ഇനിയിപ്പോ എന്താണോ അടുത്ത പ്രശ്നം? തരൂ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മര്യാദക്ക് വാതിൽ തുറക്കാൻ. ഇനിയും വാതിൽ തുറന്നില്ലെങ്കിൽ ചിലപ്പോൾ സ്വപ്നം സത്യവും. അതുകൊണ്ട് മര്യാദക്ക് പോയി വാതിൽ തുറക്കുന്ന നല്ലത്. എന്താടി, എന്ത് രാവിലെ തന്നെ ഇങ്ങനെ വിളിച്ച് കൂന്നേ? മണി 4 ആയിട്ടുള്ളൂ. മനുഷ്യനൊന്ന് കിടന്നുറങ്ങാനും സമ്മതിക്കില്ല. നിന്റെ ഒരു ഉറക്കം. നീ വന്നേ, മിന്നുനെ കാണാനില്ല. കാണാനില്ലെന്നോ? അവളോട് പോവാനായിന്? എനിക്കറിയില്ലടാ, ഞാൻ ഇവിടെ എല്ലാം അന്വേഷിച്ചു, പക്ഷെ എങ്ങും കാണുന്നില്ല. നീ എവിടെയൊക്കെ ശരിക്കും നോക്കിയോ? അവളുടെ റൂമിൽ നോക്കിയോ? നോക്കി, പക്ഷെ അവിടെയൊന്നും ഇല്ല അവള്. മമ്മിയാണെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് റെഡിയാവാൻ ചെല്ലാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷെ അവളെ നോക്കിയിട്ട് കാണുന്നില്ല. ഞാനിത് എങ്ങനെ ചെന്ന് മമ്മിയടുത്തും പപ്പയടുത്തൊക്കെ പറയും? നീ സമാധാനപ്പെടുവാ, നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. ഈശോയെ, വെളുതെവിടെ പോയി? എവിടെയും കാണുന്നില്ലല്ലോ. എനിക്കും അത് മനസ്സിലാവാതിന് നോക്കാൻ ഒരിടം ബാക്കിയില്ല. മമ്മിമാരോടും പപ്പമാരോടും ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് എനിക്ക് മതിയായി. അല്ല, നമ്മൾ ഒരു സ്ഥലത്ത് നോക്കിയില്ലല്ലോ. കിച്ചുവേട്ടന്റെ റൂം കൂടി ഇല്ലേ നോക്കാൻ ഇനി ബാക്കി? അത് ശരിയാ, പക്ഷെ എന്നാൽ അവൾ അവിടെ പോവും. അങ്ങനെ പോകാൻ വഴിയില്ലല്ലോ. അതും ശരിയാ. ഇവനിതെന്തു പറ്റി? തരൂ, നീ എന്താണ് ഇത് പന്തം കണ്ട പെരിച്ചാരി പോലെ ഇങ്ങനെ നിൽക്കുന്നേ? എന്തു പറ്റി? എവിടെ? ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നീ എന്താ കിച്ചുവേട്ടൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയിരുന്നേ? നീ അവിടെ എന്തെടുക്കുമായിരുന്നു? അത് പിന്നെ ഇന്നലെ രാത്രി ഞാനൊന്ന് സംസാരിക്കാൻ കിച്ചുവേട്ടൻ്റെ റൂമിൽ പോയതാ. പക്ഷേ ഏട്ടനപ്പോഴേക്കും ഉറങ്ങിയിരുന്നു. പിന്നെ പോരാൻ നിന്നപ്പോഴാണ് കിച്ചുവേട്ടൻ എന്തൊക്കെയോ പിച്ചുമയോ ഉറക്കത്തിൽ പറയുന്നത് കേട്ടെ. അപ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ഞാൻ കൂടെ ഇരുന്നതാ. പക്ഷേ ഞാനും ഉറങ്ങിപ്പോയി. ഇപ്പോഴാ എഴുന്നേക്കുന്നേ. അതാ. അപ്പോൾ നീ ഇന്നലെ കിച്ചുവേട്ടൻ്റെ റൂമിലാണോ കിടന്നത് മിന്നു? നിനക്കിനി മതിയായില്ലേ മിന്നു? നിന്നോട് ഇത്രയൊക്കെ ചെയ്തൊരാളുടെ അടുത്തേക്ക് നിനക്ക് പിന്നെ എങ്ങനെ പോകാൻ തോന്നുന്നു? എന്തിനാ നോക്കുന്നേ? ഇത്രയും നാൾ ഞാൻ കിച്ചുവേട്ടനെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിന്നത്. പക്ഷേ ഇനി അതുണ്ടാവില്ല. ഇന്നലത്തോടുകൂടി കിച്ചുവേട്ടന് കൊടുത്തുകൊണ്ടിരുന്ന റെസ്പെക്റ്റും ഇഷ്ടവും എല്ലാം ഇല്ലാണ്ടായി. ഇവളെ എൻ്റെ കൂടെ പിറപ്പാ. അവളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് എനിക്കും വേദനിക്കും. നിന്നോട് ഞാൻ ചോദിച്ചിട്ടില്ലേ മിന്നു, നീ എന്തിനാ അങ്ങേരുടെ റൂമിൽ പോയേന്ന്? ഞാൻ പറഞ്ഞല്ലോ സംസാരിക്കാനായിട്ട്. എന്ത് സംസാരിക്കാനാ? നിനക്കിനി മതിയായില്ലേ? ചിന്നു, എത്രയൊക്കെ പറഞ്ഞാലും അതെൻ്റെ കുഞ്ഞുവിൻ്റെ പപ്പയല്ലേടാ. എങ്ങനെ എനിക്ക് അങ്ങനെ വെറുക്കാൻ പറ്റുന്നേ? അതൊക്കെ വിട്. മമ്മി നമ്മളോട് രണ്ടുപേരോട് ഫ്രഷായിട്ട് താഴേക്ക് ചെല്ലാൻ പറഞ്ഞു റെഡി ആവാനായിട്ട്. ഞാനത് പറയാനാണ് നിന്നെ അന്വേഷിച്ചുകൊണ്ട് നടന്നേച്ചേ. ഞാനിപ്പോൾ വരാടാ ഫ്രഷായിട്ട്. പിന്നെ കിച്ചുവേട്ടനോട് നിങ്ങൾ പറയണ്ട കേട്ടോ ഞാനിവിടെ നൈറ്റ് ഉണ്ടായിരുന്ന കാര്യം. അതെന്താ? കിച്ചുവേട്ടൻ നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ ഞാൻ വന്നതും ഇവിടെ കിടന്നതൊന്നും കിച്ചുവേട്ടൻ അറിഞ്ഞിട്ടില്ല. അതപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഇതൊന്നും കിച്ചുവേട്ടൻ അറിയണ്ട. ഇനി ഇതും പറയാതിരുന്നോ? നീ കുഞ്ഞുവിൻ്റെ കാര്യം പറയാതിരുന്ന കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത്. അതെന്താ ചിന്നു, നീ അപ്പോൾ അവളുടെ ഭാഗത്ത് ചിന്തിക്കാത്ത? മിന്നുൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അത് ശരിയല്ലേ? അവനല്ലേ അവളെ മനസ്സിലാക്കാത്തത്? ഇനി എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും വഴക്കാവല്ലേ? അതെന്തെങ്കിലും ആവട്ടെ, ഞങ്ങളായിട്ട് ഇനി എന്തെങ്കിലും പറയാൻ പോകുന്നില്ല, പോരെ? അത് മതി. ഞാനെന്നാൽ പോയി ഫ്രഷായിട്ട് വേഗം വരാം. ശരി. എന്നാൽ നീയും പോയി ഫ്രഷായിട്ട് വായോ. പിന്നെ കിച്ചുവേട്ടനെയും കൂടി ഒന്ന് വിളിച്ച് എണീപ്പിച്ച് ഫ്രഷ് ആവും കേട്ടോ.
അതിന് ഞങ്ങൾ എന്തിനാ ഇപ്പോഴേ എണീറ്റ് റെഡിയാവുന്നേ? നിങ്ങൾക്കല്ലേ റെഡിയാവാൻ ഒരുപാട് സമയം വേണ്ടേ? ഞങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ റെഡിയായി തുടങ്ങിയപ്പോലെ ഞാൻ ഇച്ചിരി നേരം കൂടി കിടന്നുറങ്ങട്ടെ. ഇത് ഞാൻ പറഞ്ഞതല്ല, സാറ മമ്മിയാണ് എന്നെ ഏൽപ്പിച്ചത് നിങ്ങളോട് പറയാനായിട്ട്. അതുകൊണ്ട് നീ മര്യാദക്ക് പോയി കിച്ചുവേട്ടനും വെച്ച് എണീപ്പിച്ചിട്ട് റെഡിയാവാൻ നോക്ക് വേഗം. എന്തൊരു കഷ്ടമായ അമ്മയെ കൊണ്ട്. എടാ, നിനക്കെന്നെ കെട്ടണോ? അയ്യോ, അത് വേണം. എന്നാ പിന്നെ മര്യാദക്ക് പറയുന്ന കേൾക്കാൻ നോക്ക്. അതിന് ഞാൻ പോയല്ലോ, ദേ പോയി, എപ്പോഴേ പോയി. എന്നാ ശരി, ഞാനൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ. കിച്ചുവേട്ടാ, കിച്ചുവേട്ടാ, എടാ കിച്ചു, എഴുന്നേക്കടാ കിച്ചു. മിന്നു. മിന്നു? മിന്നു എന്നല്ല, ഞാനാ. നീ വേഗം ഫ്രഷായിട്ട് താഴേക്ക് വാ, മമ്മി നമ്മൾ റെഡിയായിട്ട് താഴേക്ക് എല്ലാം പറഞ്ഞു. ആ ശരി, വേഗം വന്നേക്കണം കേട്ടോ, ഞാൻ പോവാം. മിന്നു ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇനി എനിക്കത് തോന്നിയതാണോ? പക്ഷെ അവളുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തതാണല്ലോ. ഞാൻ ഇവരെ സ്വപ്നവും കണ്ടതാണോ? തലയൊക്കെ പെരുക്കുന്നു എനിക്ക്. പുല്ല് എന്തിലാവട്ടെ. പക്ഷെ അതൊക്കെ സ്വപ്നമായിരുന്നെങ്കിലും കൊള്ളായിരുന്നു. ഇതൊക്കെ സത്യമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാം മിന്നു. തരു, എന്തായി? അരുണിനെ വിളിച്ചു നീ? എടി ഞാനല്ലേ വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. എൻ്റെ ഈശോയെ, എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോടാ. ലാസ്റ്റ് മിനിറ്റ് ആവാറ്, ഇതുവരെ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവേട്ടൻ ഇനിയും സത്യങ്ങൾ അറിയാതെ ശരിയാവില്ലടാ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ റിസൾട്ട് ഒന്ന് കിട്ടണം. നീ പേടിക്കാതിരിക്കുക, റിസൾട്ട് കിട്ടുന്നേ, നീ ധൈര്യമായിട്ടിരിക്കുക, എല്ലാം നല്ല രീതിക്ക് അവസാനിക്കൂ. മക്കളെ, നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? എവിടെയൊക്കെ അന്വേഷിച്ചു? ഇതാ കിച്ചു മിന്നും പോയി പള്ളിയിലേക്ക്. വാ, നമുക്ക് ഉറങ്ങാം. പപ്പ എന്താ വരുവാ ഞങ്ങള്. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ, വാ.
ഹലോ എടാ അരുൺ, നീ ഇത് എവിടെയാടാ? എന്തായി റിസൾട്ടിൻ്റെ കാര്യം? എടാ അതൊരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നം? എന്താണ് തരൂ, എന്താ പറഞ്ഞേ? എടി അത് ആൻറ്റിയുടെ ലാബിൽ ഇന്നലൊരു ഫയർ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് എടുത്തു വെച്ച റിസൾട്ടും കത്തിപ്പോയെന്നാ പറയുന്നത്. കത്തിപ്പോയെന്നോ? എൻ്റെ ഈശോ, എനിക്ക് വയ്യ. ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ അവസാന നിമിഷത്തിൽ? അതിൻ്റെ ഒരു കോപ്പി പോലും ഇല്ലേ? എടി നീ ടെൻഷൻ ആവാതെ. ആൻറ്റി പറഞ്ഞത് അതിൻ്റെ ഒരു കോപ്പി ആൻറ്റിയുടെ സിസ്റ്റത്തിൽ കാണുന്ന. ആൻറ്റി നോക്കാൻ പോയിട്ടുണ്ട്. നീ സമാധാനമായിട്ടിരിക്കും. എൻ്റെ കർത്താവേ, റിസൾട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടുമായിരിക്കും ഇവിടെ ചിന്നു, നീ സമാധാനമായിട്ടിരിക്കേ. തരൂ, കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ കിച്ചുവേട്ടനായിട്ടുള്ള എൻ്റെയും മിന്നുമായിട്ടുള്ള നിൻ്റെയും കല്യാണോ? നമ്മൾ എന്താണ് ചെയ്യുക? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ ചിന്നു. എടാ അരുണ്, എന്താ ഇത് വല്ലതും നടക്കൂടാ? എടാ ഞാൻ കുറച്ചു നേരം മുന്നേ മമ്മീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മമ്മി ഇത് നോക്കിക്കൊണ്ടിരിക്കുക. ഇത്രയും ദിവസം മമ്മിയുടെ ലാബിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് മമ്മിക്ക് അതൊന്നും ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇന്നലെ രാത്രിയാണ് മമ്മി ഇത് ചെക്ക് ചെയ്തത്. പക്ഷെ നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്തില്ലല്ലോ പെട്ടെന്ന് മമ്മിയുടെ ലാബിൽ ഫയർ ആക്സിഡൻറ്റ് ഉണ്ടാവുമെന്നും അതിൽ ഈ റിസൾട്ട് മിസ്സാവുമെന്നും. എടാ കുറച്ച് നേരം കൂടി കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണോടാ. നീ ഒന്നും കൂടി ആൻറ്റീനെ ട്രൈ ചെയ്ത് നോക്കിയടാ. എടാ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടോടാ, പക്ഷെ മമ്മി എടുക്കുന്നില്ല. മേ ബി മമ്മി നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. മമ്മി അതിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തിട്ട് അത് ഡിലീറ്റ് ആക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. മേ ബി സിസ്റ്റത്തിൽ കാണുമായിരിക്കടാ. നീ ഒന്ന് സമാധാനപ്പെട്. മക്കളെ, തരൂ ചിന്നു, ബാ, കെട്ടിന് സമയം. ദേ കിച്ചും മിന്നും നിങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. തരൂ മമ്മി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഒന്നും പറയാൻ സമയമില്ല മോനെ, നീ നടന്നേ. മമ്മി അത് തരൂ, വെറുതെ സമയം കളയല്ലേ. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. വന്നേ. മമ്മി. ആ നീയോ? നീ ഇങ്ങോട്ട് വന്നിപ്പോ? മമ്മി, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. നിനക്കൊക്കെ എന്താടി അവസാനം നിമിഷത്തിൽ സംസാരിക്കാനുള്ളേ? മമ്മി, കല്യാണം നടക്കില്ല. എന്താ? കല്യാണം നടക്കില്ലാന്നോ? ഇത്ര ആൾക്കാരെ ഇവിടെ വിളിച്ചു കൂട്ടിയിട്ട് എന്നെ, നിന്റെ പപ്പേനെയും മെറ്റശാനെയും അണ്ണമ്മനെ ഒക്കെ നാണം കെടുത്തണോ നിനക്ക്? എൻ്റെ പൊന്നു മമ്മി, ഞാൻ കല്യാണം നടക്കില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ എൻ്റെ ചിന്നുമായിട്ടുള്ള കല്യാണം തരുവിൻ്റെ മിന്നുമായിട്ടുള്ള കല്യാണം നടക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? മമ്മി, മിന്നുവിനെ എനിക്കിങ്ങനെ വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല മമ്മി. മിന്നുവിനെ ഞാൻ കല്യാണം കഴിച്ചോളാം. അത് നടക്കില്ല ലയിച്ചു. നീ വരയ്ക്ക് വരാൻ നോക്ക്. മമ്മി, നീ എന്ത് പറഞ്ഞിട്ട് കാര്യം ലയിച്ചു. തീരുമാനിച്ച പോലെ തന്നെ നിങ്ങളുടെ 4 പേരുടെ കല്യാണം നടക്കത്തുള്ളൂ. നിന്നോട് മര്യാദക്ക് ആദ്യമേ ചോദിച്ചതല്ലേ, അപ്പം നിനക്ക് പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞേ. ഇനി എന്തായാലും ഇങ്ങനെ തന്നെ മതി. മമ്മി അങ്ങനെ പറയില്ലേ മമ്മി. ശരിയാണ്, ഞാൻ ആദ്യം സമ്മതിച്ചില്ല. പക്ഷെ ഇപ്പോൾ അവൾ നഷ്ടപ്പെടുന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മമ്മി. എനിക്ക് അവളിത് പറ്റില്ല മമ്മി. ചിന്നുവിൻ്റെയും തരുവിൻ്റെയും കല്യാണം നടത്തിക്കും മമ്മി. അല്ലെങ്കിൽ തരുവിന് ചിന്നുവാണ് ചേരുന്നത്. പ്ലീസ് മമ്മി, മിന്നുവിന് എനിക്ക് താ മമ്മി. നടക്കില്ല മോനെ, നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. മമ്മി പ്ലീസ് മമ്മി, ഞാൻ വേണമെങ്കിൽ കാൽ പിടിക്കാം മമ്മിയുടെ, പ്ലീസ്. അവളെ നിനക്കിനി കെട്ടിച്ചെന്നിട്ട് നീ അവളെ ഇനി ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കില്ല, ഉപദ്രവിക്കില്ല എന്നൊക്കെ എന്തുറപ്പ്? ഇല്ല മമ്മി, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല മമ്മി. മമ്മി അവൾ എനിക്കെൻ്റെ ജീവനാ മമ്മി. അറിവില്ലായ്മ കൊണ്ട് ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ ചെയ്തു പോയി. പക്ഷെ ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പ്ലീസ് മമ്മി, ഒന്ന് ഞാൻ പറയുന്ന കേക്ക്. ഉറപ്പാണോ? അവളെ ഇനി ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒന്നും നീ നോവിക്കില്ല എന്ന് എനിക്ക് പ്രോമിസ് ചെയ്ത് തരാൻ പറ്റുമോ? ആ മമ്മി, പ്രോമിസ്. ഞാൻ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇനി ഇങ്ങനെ നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ തന്നെ നീ ചെയ്യുന്നൊരു ചെറിയ കാര്യമെങ്കിലും എൻ്റെ മോളെ വേദനിപ്പിച്ചു എന്ന് ഞാൻ എങ്ങാനും അറിഞ്ഞ ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ നിങ്ങളുടെ ബന്ധം ഞാൻ വേർപെടുത്തും. എന്നിട്ട് ഞാൻ നമുക്ക് വേറെ ചെക്കനെ നോക്കും. കേട്ടല്ലോ ഞാൻ പറഞ്ഞത്? ആ മമ്മി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പ്രോമിസ്. ഈ കാര്യം നീ തന്നെ അന്നമ്മനോടും മതേശാനോടും പോയി സംസാരിക്കും. പിന്നെ അവരോട് സോറിയും കൂടി പറഞ്ഞേക്കണം, അവളോട് ഇത്രയും കാലം ചെയ്തതിന്. പോരാത്തതിന് മിന്നുവിനോടും നീ സോറി പറഞ്ഞോളണം. എന്നിട്ട് അവളും കൂടി സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് നീ പറഞ്ഞ പോലെ കെട്ടി നടത്താം. ആ മമ്മി, ഞാൻ ഇപ്പം തന്നെ പോയി സംസാരിക്കാം. ആ എന്നാ ചെല്ല്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പരസ്പരം കെട്ടുന്നതിന്? ഇല്ല മമ്മി. നിനക്കോ ചിന്നു? ഇല്ല സാർ മമ്മി. അല്ലേലും എന്ത് ബുദ്ധിമുട്ടുണ്ടാവാനല്ലേ? എന്താ മമ്മി? ഒന്നുമില്ല. നിങ്ങളിവിടെ നിൽക്ക്, എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞിട്ട് സമയമാകുമ്പോൾ ഞാൻ വന്ന് വിളിക്കാം. ആ ശരി മമ്മി. എൻ്റെ കർത്താവേ, ഇപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. അങ്ങനെ കംപ്ലീറ്റ്ലി ആശ്വസിക്കാൻ വരട്ടെടാ. മിന്നുവും എൻ്റെ പപ്പയും മമ്മിയും കൂടി കല്യാണത്തിന് സമ്മതിക്കണ്ടേ, എന്നാലല്ലേ ഇത് നടക്കും. അതൊക്കെ സമ്മതിക്കുന്നേ, നീ ടെൻഷൻ ആവാതിരിക്കേ. എല്ലാം നല്ലപോലെ നടന്നാൽ മതിയായിരുന്നു. അതൊക്കെ നടക്കുന്നേ. മിന്നു, അതെ, ഞാൻ മമ്മിയുടെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ നമ്മുടെ കല്യാണവും പിന്നെ ചിന്നുവിൻ്റെയും തരുവിൻ്റെയും കല്യാണം നടത്താമെന്ന് മമ്മി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ കല്യാണത്തിന് സമ്മതമാണോ എന്ന് അച്ഛൻ വിളിച്ച് ചോദിക്കുമ്പോൾ നീ സമ്മതമല്ല എന്ന് പറഞ്ഞോളണം.
നീ എന്തിനാ നോക്കുന്നേ? നീ എന്തായാലും എന്നോട് സത്യങ്ങളൊന്നും തുറന്നു പറയാതെ നമ്മുടെ കല്യാണം നടക്കില്ല മിനു. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പോയി സംസാരിച്ചത് ചിന്നുവിൻ്റെയും തരുണിൻ്റെയും കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മര്യാദക്ക് അച്ഛൻ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് അവിടെ പള്ളിയിൽ വിളിച്ച് ചോദിക്കുമ്പോൾ നീ സമ്മതമല്ല എന്ന് പറഞ്ഞോളാം, കേട്ടല്ലോ? ഞാൻ എന്തായാലും മാത്യുപ്പഴടുത്തും അന്നമ്മയടുത്തും ഒന്ന് പോയി സംസാരിച്ചിട്ട് വരാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല കല്യാണത്തിന് സമ്മതമല്ലാന്ന്. അപ്പോൾ എൻ്റെ ഇമേജ് അവിടെ തകരുക. അതുകൊണ്ട് നിനക്കിഷ്ടമില്ലാത്തതുകൊണ്ട് നീയായിട്ട് നോ പറഞ്ഞെന്ന് എല്ലാവരും വിചാരിച്ചാൽ മതി. അതുകൊണ്ട് നീ തന്നെ സമ്മതമല്ല എന്ന് പറഞ്ഞാൽ മതി. പിന്നെ മമ്മിമാരും പപ്പമാരും നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് ചോദിച്ചാൽ സമ്മതമാണെന്ന് തന്നെ പറഞ്ഞു. പള്ളിയിൽ അച്ഛൻ ചോദിക്കുമ്പോൾ മാത്രം സമ്മതമല്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പറഞ്ഞൊന്നും മറക്കണ്ട, കേട്ടല്ലോ? ഞാനൊന്ന് മമ്മാരും പപ്പമാരും കൂടെ സംസാരിക്കാൻ പോവാം. മാത്യുപ്പ, അന്നമമ്മി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ? എന്താ കാര്യം? പപ്പ ഇവിടെ ഉണ്ടായിരുന്നു. പപ്പയും കൂടി കേൾക്കണം എനിക്ക് പറയാനുള്ള കാര്യം. എന്താ മോനെ? മോൻ കാര്യം പറയിച്ചു. അത് മാത്യുപ്പ, മിനുവിനോട് കൂടി ചോദിക്കണ്ടേ ഇക്കാര്യം? അവളോട് വരുന്ന വഴി ഞാനിപ്പോൾ സൂചിപ്പിച്ചിരുന്നു പപ്പ, പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. അവളോട് ഞങ്ങൾ പോയി സംസാരിക്കാം. പാന്നമ്മേ. വരണം. മോളെ മിന്നു. പപ്പ. മോളെ കിച്ചു വന്ന് നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പപ്പ പറഞ്ഞായിരുന്നു. എന്നിട്ട് നിന്റെ തീരുമാനം എന്താ? അത് പിന്നെ മമ്മി. എന്താ, നിനക്ക് അവനെ തന്നെയല്ലേ ഇഷ്ടം? ഇപ്പം അവൻ തന്നെ വന്ന് പറഞ്ഞില്ലേ നിന്നെ കെട്ടിക്കോളാന്ന്. പിന്നെന്താ നിനക്കൊരു സമ്മതക്കുറവ്? അന്നമ്മേ, നീ മിണ്ടാതിരിക്കാൻ, ഞാൻ സംസാരിച്ചോളാം. മോളെ, മോളുടെ പപ്പയല്ലേ പറയുന്നേ? പപ്പ പറഞ്ഞ എൻ്റെ മോള് കേൾക്കില്ലേ? പപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോൾക്കൊരു ജീവിതം ഉണ്ടായി കാണണമെന്ന്. മോൾക്കും കിച്ചുവിനെ മറക്കാൻ പറ്റില്ല എന്ന് പപ്പയ്ക്കറിയാം. അതുകൊണ്ട് പപ്പയുടെ പൊന്നു മോളല്ലേ, ഒന്ന് ഈ കല്യാണത്തിന് സമ്മതിക്കടാ. പപ്പ, ഞാൻ എന്താടാ മോൾക്ക് ഇഷ്ടമല്ലേ ഈ കല്യാണത്തിന്? പ്ലീസ് മമ്മിയുടെ പൊന്നല്ലേ, മമ്മിക്കും പപ്പയ്ക്കും വേണ്ടിയിട്ടെങ്കിലും ഒന്ന് കല്യാണത്തിന് സമ്മതിക്കണ്ട മിന്നു മോളെ. മോളെ മിന്നു. പപ്പ, മമ്മി, എനിക്ക് സമ്മതമാണ് ഈ കല്യാണത്തിന്. താങ്ക് യു മോളെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല പപ്പ, നിങ്ങളെന്തിനും എന്നോട് താങ്ക്സ് പറയണേ. മോളെന്നാ ഇവിടെ ഇരിക്കട്ടോ, ഞങ്ങളെന്താ ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് സമയമാകുമ്പോൾ വന്ന് വിളിക്കാവേ. ശരി മമ്മി. തരിക് കോട്ടയ്ക്കൽ വീട്ടിലെ മാത്യൂസിൻ്റെയും അണ്ണ മാത്യൂസിൻ്റെയും മകളായ ജുവൽ മാത്യൂസിനെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനകളും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്വവും കൂടെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ് ഫാദർ. ജുവൽ കളത്തിപ്പറമ്പിൽ വീട്ടിലെ കോശി തരകന്റെയും സാറ കോശിയുടെയും മകനായ തരിക് കോശി തരകനെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനകളും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? എനിക്ക് मिले ना मिले नजदीकियां हो साथिया, कल क्या पता मिले ना मिले नजदीकियां हो എനിക്ക് സമ്മതമാണ് ഫാദർ. साथिया साथिया साथिया
साथिया साथिया साथिया साथिया साथिया साथिया തരുൺ കോട്ടയ്ക്കൽ വീട്ടിലെ മാത്യൂസിൻ്റെയും അന്ന മാത്യൂസിൻ്റെയും മകളായ ജസ്ലിൻ മാത്യൂസിനെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനകളും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ് ഫാദർ. എടോ, തൻ്റെ ആവേശമൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ ഇത്ര സമ്മതത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു തവണ പറഞ്ഞാൽ മതി സമ്മതമാണെന്ന്. സോറി അച്ചു, ഒരു തവണ പറഞ്ഞാൽ മതിയല്ലേ? സമ്മതാണ്. ശരി. ജസ്ലിൻ, കളത്തിപ്പറമ്പിൽ വീട്ടിലെ കോശി തരകൻ്റെയും സാറ കോശിയുടെയും മകനായ തരുൺ കോശിനെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനകളും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ് ഫാദർ. അളിയോ, കൺഗ്രാറ്റ്സ്റ്റാ. എന്ത് തന്നെയായാലും നീ അവസാനം മിന്നിനെ തന്നെ കിട്ടിയല്ലോ. ഇപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് സമാധാനമായ അല്ലടാ? പിന്നല്ലാതെ ഇപ്പം എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞല്ലോ, ആശ്വാസായി. മിനിമോളെ ഹാപ്പി ആയില്ല ഇപ്പോൾ? ജാക്സൺ ചേട്ടാ. മോനി തരൂ, കൺഗ്രാറ്റ്സ്. ഈ ചേട്ടന്മാർക്ക് കെട്ടണതിന് മുന്നേ ഓവർടേക്ക് ചെയ്ത് കിട്ടിയല്ലേ? അത് പിന്നെ ജാക്കേട്ടാ, നിങ്ങൾക്കൊക്കെ പെണ്ണില്ലാത്തത് എൻ്റെ പ്രശ്നമല്ലല്ലോ. എനിക്ക് പെണ്ണുണ്ട്, അതുകൊണ്ട് ഞാൻ കെട്ടി. അത്ര ഉള്ളൂ, സിമ്പിൾ. മിണ്ടാതിരിക്കണം. സോറി ഏട്ടന്മാരെ. ഏയ് അതൊന്നും കുഴപ്പമില്ല ചിന്നൂസേ. ഇതൊക്കെ ഇപ്പൊ കേട്ട് കേട്ട് ശീലായി. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. എടാ, നിനക്ക് നിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോടാ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? മിണ്ടാതിരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയാൽ പോരെ? അത് മതിയായിരുന്നു, വെറുതെ ചോദിച്ചു വാങ്ങിച്ചു. ബാ, നമുക്ക് ഫോട്ടോ എടുക്കാം, അതായിരിക്കും നല്ലത്. ഇനി നീ നിൻ്റെ ആ തിരുവായ തുറക്കരുത്, കേട്ടല്ലോ? ഇല്ല, നിർത്തിയല്ലോ. ബാ, നമുക്ക് ഫോട്ടോ എടുക്കാം. എടി, അതാ ഞാനെന്ന് പറഞ്ഞ ആള്. ഏതാള്? എടി, ഞാനൊന്ന് പറഞ്ഞില്ല അന്ന് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, പക്ഷെ ആ ചേട്ടൻ വലിയ പ്രശ്നമാക്കാതെ വിട്ടുകളഞ്ഞു എന്ന്. ആ ചേട്ടനാണ് ഇതാ നിൽക്കുന്നത്. ഓ, ആളെന്താ ഇവിടെ? അതെനിക്കെങ്ങനെ അറിയാനാ? എന്താ പോയി സംസാരിക്കടി. അതൊക്കെ വേണം. പിന്നെ കിട്ടി ചാൻസ് മാക്സിമം യൂസ് ചെയ്യണം, അതങ്ങനെ വെറുതെ കളയാൻ പാടില്ല. എടി, എന്നാലും ഒരെന്നാലുമില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ പോയി സംസാരിക്കാം. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ പോയി സംസാരിച്ചോളാം. എന്നാ പിന്നെ പോകാൻ നോക്ക്, കൂട്ടത്തിൽ എന്നെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിത്താ. ഓ, അങ്ങനെ. വാ. പിന്നെ നിന്നെ കോഴിത്തരൊന്നും അവിടെ ഇറക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ പറഞ്ഞേ. ഓ ഇല്ലായി, നടക്ക്. എക്സ്ക്യൂസ് മീ സർ. ഓ ഹായ്, താനെന്താണ് ഇവിടെ? അത് പിന്നെ ഞാൻ ജുവൽ മാമിൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് സർ. സർ എന്താ ഇവിടെ? ഓ, ഞാൻ അവരുടെ ഫ്രണ്ടാണോ? ജുവൽ ആക്ച്വലി എൻ്റെ ജൂനിയറായിട്ട് വരും. പിന്നെ കിച്ചുവേട്ടൻ എൻ്റെ സീനിയറും. പിന്നെ അതുമാത്രമല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും കമ്പനീസ് കൂടെ ചെയ്യുന്ന ജോയിൻറ്റ് പ്രൊജക്റ്റിൻ്റെ പാർട്ട്ണറും കൂടിയാണ് ഞാൻ. ഓ, അത് വേർമാസ് ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ സർ വേർമാസ് ഗ്രൂപ്പിൻ്റെ? ഞാനാണ് വേർമാസ് ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ MD, വേർമാസ് സാറിൻ്റെ നെഫ്യൂ. ഓ, എനിക്കറിയില്ലായിരുന്നു സർ, ഐ എം സോറി. ഏയ്, അതെനിക്ക് എന്തിനാണ് സോറി പറയുന്നത്? ഇറ്റ്സ് ഓൾ റൈറ്റ്. അല്ല, ഇതാരാ കൂടെ ഉള്ളത്? ഫ്രണ്ടാണോ?
ആ യെസ് സർ, ഇതെൻ്റെ ഫ്രണ്ടാണ് ജെനി. പിന്നെ ഇവളും സെയിം കമ്പനി തന്നെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗും കൂടിയാണ്. ഓ ഹായ് ജെനി. ഹായ് സർ. സർ കമ്മിറ്റഡ് ആണോ? എടി ജെനി ഒന്ന് ചുമ്മാതിരിക്കി. എടി ഞാനതിന് വേറൊന്നും ചോദിച്ചില്ലല്ലോ, കമ്മിറ്റഡ് ആണോന്നല്ലേ ചോദിച്ചുള്ളൂ. ഏയ് ഇല്ലടോ, ഞാൻ കമ്മിറ്റഡ് അല്ല. എന്താ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നു? ഏയ് ഇല്ല സർ, അങ്ങനെയൊന്നും തോന്നില്ല, ഞാൻ ചുമ്മാ ചോദിച്ചു എന്നുള്ളൂ. ഓക്കെ ഓക്കെ. എടാ സച്ചു, ആ ആരിത്? ജാക്സൺ ചേട്ടനോ? നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ? ആ അതെന്ത് ചോദ്യം ജാക്സൺ ചേട്ടാ, പിന്നെ ഓർമ്മ ഉണ്ടാവാതെ? എടാ സത്യം പറയാലോ, അന്ന് കമ്പനിയിലേക്ക് വോമേഴ്സ് ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്ത് നീ വന്നപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പിന്നെയാ മനസ്സിലായി നീ വോമേഴ്സാൻ്റെ നെഫ്യൂ ആണെന്ന്. സർ ഞങ്ങൾ അന്ന് അങ്ങോട്ടേക്ക് പോവാണ്. ആ ഓക്കേടാ, ബൈ, സീ യു ലേറ്റർ. ആ ഓക്കെ സർ. എടാ ദേ അവന്മാരാ ഇന്നലെ അവളമാരെ കാറി കയറ്റി കൊണ്ടുപോയത്. ഇനി അവൾമാരുടെ ആരെങ്കിലും ആയിരിക്കുമോ അവര്? ഭഗവാനെ, ഇനി അവരുടെ ബോയ് ഫ്രണ്ട്സ് വല്ലതും ആയിരിക്കുമോ? ഏയ് അങ്ങനെ വരാൻ വഴിയുണ്ടോ? ഇല്ലായിരിക്കുമല്ലേ. എന്നാലും നമുക്കൊന്ന് പോയി സംസാരിച്ച് നോക്കിയാലോ? അത് വേണോ? വാടാ ഒന്ന് പോയി സംസാരിച്ച് നോക്കാം. ഹായ് ചേട്ടന്മാരെ. ഹായ്. ഞങ്ങള് തരുവിൻ്റെ ഫ്രണ്ട്സാ, ലണ്ടനിൽ നിന്ന് വന്നതാ. ഓ, ഞങ്ങള് കിച്ചുവിൻ്റെ ഫ്രണ്ട്സും കോളേജ് മേറ്റ്സുവാ. അല്ല നിങ്ങൾക്കപ്പോൾ അവരെങ്ങനെയാ പരിചയം? ആരെ? എന്തോ അവരെ, ആ ഗേൾസിന്. ഓ അതോ, അതിൽ രണ്ടുപേര് എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, രണ്ടുപേരും നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, അങ്ങനെ പരിചയം. അല്ല നിങ്ങളപ്പോൾ അവരെ ഇന്നലെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന കണ്ടു, അതാ ചോദിച്ചേ. ആ അത് കോശിയങ്ങൾ പറഞ്ഞിട്ടാ. ഇന്നലെ നൈറ്റ് അത്രയും സമയമായിരുന്നല്ലോ, അപ്പോൾ അവരൊറ്റയ്ക്ക് വിടണ്ട, കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു വീട്ടിൽ. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയതാ. ഓ അങ്ങനെയായിരുന്നല്ലേ. അങ്ങനെയായിരുന്നു. എടി ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാട്ടോ. ആ ഓക്കേടാ. എടാ സച്ചു, നിനക്ക് സുഖമല്ലേ? നീ വന്നൊക്കെ ഞാൻ അറിഞ്ഞു. നീ എൻ്റെ അടുത്തൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലടോ നാട്ടിലേക്ക് വരുന്നതിനെ പറ്റി. അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും മെസ്സേജ് അയക്കുന്നവനാ, മിന്നുവിൻ്റെ എന്തെങ്കിലും കാര്യം അറിയാനാണെങ്കിലും എന്തിനാണെങ്കിലും. എന്നിട്ട് ഇതിനെപ്പറ്റി ഒരു വാക്കുപോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഇവനൊക്കെ മെസ്സേജൊക്കെ അയക്കാറുണ്ടായിരുന്നു. ഈശോയെ, ഇവനെങ്ങാൻ ഇനി എൻ്റെ കഞ്ഞി പാറ്റിയാവൂ. എടി അത് പിന്നെ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ, അതാ പറയാൻ ഞാൻ. ആ കൊള്ളാം എന്തായാലും. ഓ ഈ വായി നോക്കി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ലേയ, വന്ന് നിനക്ക് എന്നെ ഒരു ബഹുമാനം ഇല്ലാതായിട്ടോ? ഓഫീസിൽ മാത്രമേ നീ എന്നെ ബഹുമാനിക്കുന്നുള്ളൂ ഇപ്പോൾ. അതിന് ഞാൻ എപ്പോഴാണോ തനിക്ക് അല്ലാതെ ബഹുമാനം തന്നേക്കുന്നേ? ഓഫീസിൽ തന്നെ ഇയാൾക്ക് ബഹുമാനം തരുന്നത് വലിയ കാര്യം എന്ന് വിചാരിക്കും. ഇന്നത്തെ എൻ്റെ ദിവസം ശരിയല്ലെന്ന് തോന്നുന്നു. ആരെയാണോ ഞാൻ കണിയണ്ടേ? വേറെ ആരാവാൻ? ചേട്ടൻ എണീറ്റിട്ട് ചേട്ടനെ തന്നെ പോയി കണ്ണാടി നോക്കിയിട്ടുണ്ടാവും. സച്ചു, യു ടു. നിന്റെ അടുത്ത് നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ലടാ. എടാ നിനക്കിങ്ങനെ ചോദിച്ചു വാങ്ങിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നിന്റെ അടുത്ത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ മിണ്ടാതിരിക്കാനായിട്ട്. ആ ഒരാവശ്യമില്ലായിരുന്നു. അവസാനം നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലേ അന്നേ? ആ അല്ലെങ്കിൽ നമ്മൾ പണ്ടേ ഒരു കാര്യം തീരുമാനിച്ചാൽ അതതുപോലെ തന്നെ നടത്തിയെടുക്കുമല്ലോ, പിന്നല്ലാതെ. ആ നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു. നിങ്ങളവിടെ ആൾക്കാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആഹാ, സാറമ്മൂമ്മയുടെ ടക്കുറുമുത്ത് അപ്പൂപ്പന്മാരുടെ കൂടെയായിരുന്നോ? അച്ഛടാ, അമ്മൂമ്മയുടെ മുറ്റിന് ഐസ്ക്രീം വേണോ? ബാ, അമ്മൂമ്മ എടുത്തു തരാമല്ലോ കുഞ്ഞിന് ഐസ്ക്രീം. എന്റെ പൊന്നു സാറമ്മോ, ഇവളിപ്പോ തന്നെ 2 ഐസ്ക്രീം മാത്രമാക്കിയിട്ടാ ഇരിക്കുന്നത്. പിന്നെയും ഒന്നും കൂടി വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക പെണ്ണ്. അത് ശരി, എന്നിട്ടാണോ? എടാ കുഞ്ഞൂസേ, നിന്റെ മമ്മി അറിയണ്ടാട്ടോ ഇക്കാര്യം. കൊള്ളാം. അവസാനം നിനക്ക് വല്ല അസുഖം വന്നാൽ അവള് ഞങ്ങളെ എടുത്ത് ശരിയാക്കും. ഒറ്റ എണ്ണം കൂടി തരാലോ കേട്ടോ കുഞ്ഞൂസേ. എൻ്റെ കുഞ്ഞൂസ് ഗുഡ് ഗേൾ അല്ലേ, അപ്പൊ പറഞ്ഞാൽ കേൾക്കണം കേട്ടോ. അല്ലെങ്കിൽ മോക്ക് വല്ല അസുഖം വരും, അതുകൊണ്ടല്ലേ. എന്നാ ശരി, ബാ സാറുമ്മ എടുക്കാം എൻ്റെ കുഞ്ഞിനെ. അന്നമ്മോ, നീ എൻ്റെ കൂടെ വന്ന് എന്താ ലിലി ചേച്ചി നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ ഞാൻ എന്താ വരവ് വെച്ചായ. സാറമ്മോ, നീ എൻ്റെ കൂടെ വന്നേ. അതാ വരുന്നേ ചായ.
നമുക്ക് ആ പപ്പൻ്റെ കൂടെ പോയി എന്താണെന്ന് നോക്കാം, എന്നിട്ട് ഐസ്ക്രീം എടുത്തരാട്ടോ സാറമ്മ. അങ്ങനെ എന്തൊക്കെയാണ് ഒരു ദിവസം കൊണ്ട് നടന്നത്. ഷോ എനിക്ക് ആലോചിക്കാനേ വയ്യ. നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ആലോചിക്കുന്ന? എന്നാ പിന്നെ ആലോചിക്കണ്ടെന്നേ. ഓ എടി അതല്ല, ഞാനതൊരു അതിശോക്തി പറഞ്ഞതാ. ഓ അങ്ങനെ. ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിന്നുവിനെ കിച്ചുവേട്ടനെ കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കിച്ചുവേട്ടൻ മമ്മിമാരോടും പപ്പന്മാരോടും അത്ര സീരിയസ് ആയിട്ട് സംസാരിച്ചത് കൊണ്ടും മമ്മിയുടെ കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടൊക്കെ മാത്രമാണ് അവളെ കിച്ചുവേട്ടനെ കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു ഈ കല്യാണത്തിന്. പിന്നെ നീ എന്താ പറഞ്ഞിരുന്നു? അവളെ ഞാൻ കെട്ടണമായിരുന്നോ? എന്നിട്ട് നീ കിച്ചോടിനെ കെട്ടുമായിരുന്നോ? തരൂ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച്. അവൾ ആര് കല്യാണം കഴിച്ചാലും കിച്ചുവേട്ടൻ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്നാ. അങ്ങനെയാണല്ലോ നിന്റെ ഏട്ടൻ ഇന്നലെ കാണിച്ചു കൂട്ടിയത്. എടി അതൊക്കെ അവൾ അത്ര ഇഷ്ടമായത് കൊണ്ടല്ലേ. പിന്നെ അവൾ ഇഷ്ടമായത് കൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ അവൻ അത്ര കാര്യമായിട്ട് വന്ന് സംസാരിച്ചത് മമ്മിമാരോടും പപ്പന്മാരോടും. അതൊക്കെ ശരിയാണ്. പക്ഷേ ഏട്ടാ, എനിക്ക് എന്തോ ഒരു സ്പെല്ല് മിസ്റ്റേക്ക് തോന്നുന്നു. കിച്ചുവേട്ടൻ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്ന പോലെ, എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് ഒരു ആക്ട് പോലെ, ആരൊക്കെയോ എന്തൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നേ. അല്ലാതെ അവളോട് ശരിക്കും സ്നേഹം ഉണ്ടായിട്ട് തന്നെ ആയിരിക്കുമോ? ആയിരിക്കുമെന്നല്ല, ആണ്. കിച്ചുവേട്ടൻ എത്രത്തോളം അവൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാലോ. പിന്നെ അതൊക്കെ അവൻ്റെ ഇന്നലത്തെ പ്രവൃത്തിയൊന്നും ക്ലിയർ അല്ലേ? അത് തന്നെ എൻ്റെയും പേടി. ഇനിയും അവളെ ഹേർട്ട് ചെയ്യാനായിട്ട് കിച്ചുവേട്ടൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന്. ഇല്ലടി, നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. ഞാൻ പറഞ്ഞില്ലേ, അവൻ അത്രയ്ക്കും വലിയ ദുഷ്ടനൊന്നുമല്ല. പിന്നെ അത് മാത്രമല്ലട തരൂ, മിന്നു ആയാലും ശരിക്കും അവൾ ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെയൊക്കെ ബോധിപ്പിക്കാനായിട്ട് അവൾ പുറത്ത് സന്തോഷം അഭിനയിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ. അതൊക്കെ നിന്റെ തോന്നലാണ് ചിന്നൂസേ. ഇന്നും കൂടി അവൾ നമ്മളോട് പറഞ്ഞത് നീ കേട്ടില്ലേ? എത്രയൊക്കെ വന്നാലും അവൻ കുഞ്ഞൂസിൻ്റെ പപ്പയല്ലേ, അവൾക്ക് അവനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമെന്ന്. നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് കൂട്ടി മൂഡ് ഫാവല്ലേട്ടോ വെറുതെ. അവർ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലായിരിക്കുമല്ലേ? ഇല്ലടാ, ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഇനി സോൾവ് ആയിക്കോളും. എന്തായാലും അവരുടെ മാരേജ് കഴിഞ്ഞില്ലേ, അപ്പോൾ പിന്നെ അതൊന്നും ഇനി അധികം നാൾ നീണ്ടു പോകത്തില്ല. അങ്ങനെ വിശ്വസിക്കാല്ലേ? അതെ. വേറൊന്നും കൊണ്ടല്ലട തരൂ, ഞങ്ങൾ ഒരേ പ്രായമാണെങ്കിലും അവൾ എനിക്ക് എൻ്റെ മമ്മീനെ പോലെ തന്നെയാടാ. ഒരമ്മയുടെ സ്നേഹവും കരുതലൊക്കെ തന്നു തന്നെ അവളെന്നെ നോക്കി വളർത്തിക്കുന്നത്. ഒരേ പ്രായമാണെങ്കിലും എപ്പോഴും അവളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് എനിക്ക് തന്നിട്ടുണ്ട്. അവളുടെ കാര്യങ്ങളെക്കാളും കൂടുതൽ എൻ്റെ കാര്യങ്ങൾ അവൾ നോക്കി ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവൾക്കൊന്ന് വേദനിച്ചാൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. അവളുടെ മനസ്സൊന്നും നൊന്താ, അവളുടെ കണ്ണൊന്നും നിറഞ്ഞ അത് അവളെക്കാളും കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് എനിക്കായിരിക്കും. അവൾക്ക് ഞാൻ അവളുടെ മോളാടാ, അത് അവൾ എപ്പോഴും പറയാറുണ്ട്. എത്രയൊക്കെ വന്നാലും അവളുടെ ഫസ്റ്റ് ചൈൽഡ് എപ്പോഴും ഞാനാണെന്ന്. ഞാനും കുഞ്ഞും തമ്മിൽ എത്ര തവണയാണെന്നറിയോ ഇതും പറഞ്ഞ അടിയുണ്ടാക്കിയേക്കുന്നത്. ഒരുപാട് സഹിച്ചിട്ടുണ്ട് അവള്, ഒരുപാട് സാക്രിഫൈസസ് ചെയ്തിട്ടുണ്ട് അവളുടെ ലൈഫിൽ. ഇനിയും അവള് വേദനിക്കുന്ന കാണാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാ. ചിന്നു, നീങ്ങളെ കരയില്ലേടാ. നീ കരഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാലോ. വെറുതെ എന്നെ കൂടി നീ വിഷമിപ്പിക്കല്ലേ കേട്ടോ. നീ വിഷമിക്കാതിരിക്കുക. കിച്ചുവേട്ടൻ അവളെ നന്നായിട്ട് തന്നെ നോക്കും, എനിക്ക് ഉറപ്പാ. നിനക്കറിയാലോ, മിന്നുവിനൊന്ന് വേദനിച്ചാൽ അത് നമ്മളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് കിച്ചുവേട്ടനാ. അവളുടെ മനസ്സൊന്ന് നൊന്താൽ പോലും അതിൻ്റെ ഇരട്ടിയായിട്ട് അവൻ എപ്പോഴും വേദനിക്കാറ്. അതുകൊണ്ട് അവൻ ഇനി ഒരിക്കലും അവളെ വേദനിപ്പിക്കില്ലടാ. അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി അഥവാ അവനായിട്ട് എന്തെങ്കിലും പറഞ്ഞ് മിന്നുവിനെ ഹേർട്ട് ചെയ്താൽ പിന്നെ ഒരിക്കലും അവൻ്റെ ലൈഫിൽ മിന്നുവിനെ കാണില്ല. ഈ തരുവാ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കാരണം മിന്നു ഇപ്പം എനിക്ക് എൻ്റെ ഏട്ടത്തി മാത്രമല്ല, അവളെൻ്റെ അനിയത്തി കൂടിയാ. അങ്ങനെയുള്ള അവളെ അവൻ വേദനിപ്പിച്ച ഞാൻ നോക്കിയിരിക്കില്ല. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ പറയുന്നേ. പിന്നെ വെറുതെ ഇങ്ങനെ സെൻറ്റി അടിച്ച് ഈ നൈറ്റ് കൊളമാക്കല്ല കേട്ടോ. ഇല്ല. അല്ല, നമ്മളെന്തിനാ ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയം കളയണേ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അവനിത് മറന്നില്ലേ? നമുക്ക് തമ്മിൽ നേരത്തെ പരിചയമുണ്ടെങ്കിലും നമ്മുടെ കല്യാണമൊക്കെ വളരെ പെട്ടെന്നായി പോയില്ലേ. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് അടുത്തറിഞ്ഞിട്ട് പോരെ ഒരു ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നീ എന്ത് പറയുന്നു ചിന്നു? മതി, അത് മതി. ഇവനിതെന്താ പറ്റി? എന്ത് തേങ്ങ വേണമെങ്കിലും ആവട്ടെ. എന്നാ പിന്നെ നമുക്ക് കിടക്കാല്ലേ? എൻ്റെ പൊന്നുമോൾ എന്നവിടെ നിന്നേ. എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് പറഞ്ഞെന്ന് മോള് വിചാരിക്കുന്നുണ്ടോ? അല്ലേ? അല്ല,
അങ്ങനെ വല്ലതും മോള് വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിചാരം മോളെ 8 മടക്കി പോക്കറ്റ് വെച്ചോട്ടോ. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. പിന്നെ മനുഷ്യനിവിടെ ആറ്റുനോട്ട് കാത്തിരുന്ന് കിട്ടിയൊരു ഫസ്റ്റ് നൈറ്റ് ആണ്. അത് ഞാൻ വേണ്ടാന്ന് വെക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ ചിന്നു? എനിക്കങ്ങനെ എൻ്റെ ഫസ്റ്റ് നൈറ്റ് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടാന്നറിയാം ഇതിനെ പറ്റി. എനിക്കെപ്പോഴേ തോന്നി നീ പറയുന്നതിന് എന്തോ തകരാറ് പോലെ. പിന്നെ ഞാൻ ഓർത്തു ഇന്നത്തെ ദിവസം പിന്നെ ടയേർഡൊക്കെ ആയതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതായിരിക്കുന്നു. ഏയ് നോ 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 നോ, ഈ കാര്യം വരുമ്പോൾ എനിക്ക് നോ ടയർഡ്നെസ്. ഇല്ലാത്ത എനർജി വരെ ഞാൻ ഉണ്ടാക്കിയെടുക്കും വേണമെങ്കിൽ. ആ, ഈ കാര്യം വരുമ്പോൾ നിനക്ക് എനർജി ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാ ചെയ്യുന്നു? തുടങ്ങുമല്ലേ നമ്മുടെ യുദ്ധം? ഇന്ന് തന്നെ വേണോ? ഓ വേണം വേണം വേണം, ഉറപ്പായിട്ടും വേണം. നീങ്ങ് വന്നേ. എന്താടാ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടോ? നീ ഓക്കെ ആണെങ്കിൽ മാത്രം മതി, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. ഇല്ല, ഞാൻ ഓക്കെയാണ്. എന്താന്ന് കേട്ടില്ല. അല്ല, ഞാൻ ഓക്കെ ആണെന്ന്. ശരിക്കും? ആന്നേ. തരൂ. എന്താടി? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഈ സമയത്തോ? ഇപ്പൊ പോവാൻ തോന്നി ഇപ്പൊ തന്നെ പോണ്ടേ പിന്നെ. ഓ, എന്നാ ഒന്ന് വേഗം പോയിട്ട് വാ. കഴിഞ്ഞോ? നീ ഇതെങ്ങോട്ടാ? വാഷ്റൂമിലേക്ക്. അപ്പൊ കഴിഞ്ഞില്ലായിരുന്നോ? ഞാൻ വന്നിട്ട് പറയാം. ഓ, ഈ പെണ്ണ്. ഓ വന്നല്ലോ. എന്താ വന്നിട്ട് വീണ്ടും വാഷ്റൂമിലേക്ക് തന്നെ ഓടിയത്? അത് ഐ എം വെരി സോറി തരൂ. അതെന്തിനാ നീ എന്നോട് സോറി പറയുന്നേ? അത് ഇന്നൊന്നും നടക്കില്ല, അതുകൊണ്ട് തന്നെ. അതൊന്നും നടക്കാത്തെ? നീയല്ലേ ഓക്കെ ആണെന്ന് പറഞ്ഞേ? എനിക്ക് ഓക്കെ അല്ലായിട്ടല്ല, എന്റെ ബോഡി ഓക്കെ അല്ലാഞ്ഞിട്ടാ. ബോഡിയോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഇതാണ് റീസൺ. എനിക്ക് പീരീഡ്സ് ആയി. ഇപ്പോഴോ? ഓൾറെഡി ഡേറ്റ് ആവാറായിരിക്കുമായിരുന്നു, പക്ഷെ ഞാനും പ്രതീക്ഷിച്ചില്ല ഈ ടൈമിലാവുമെന്ന്. വല്ലാത്തൊരാവലായിപ്പോയി. കർത്താവേ, ഓ, ആ തന്തപ്പയുടെ പ്രാക്കേറ്റെന്ന് തോന്നുന്നു. അപ്പോഴേ പപ്പ പറഞ്ഞതാ. കാവടി തുള്ളിപ്പോന്നിട്ട് അവസാനം ട്രാജഡി ആയില്ല എൻ്റെ അവസ്ഥ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? നീ എന്തുവാടി പിച്ചുമേക്കെന്ന് പറയുന്നേ? വാ, വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഇനിയിപ്പോ എന്തായാലും ഒരാഴ്ചത്തേക്ക് മോനെ ഒന്നും പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഞാൻ ഒരാഴ്ചത്തേക്ക് പട്ടിണി ആയില്ലേ? തൽക്കാലത്തേക്ക് ആയിരിക്കും. ഇതിലെനിക്കൊന്നും ചെയ്യാനില്ല. ഐ ആം ദി സോറി അറിയ. ഐ ആം വെരി ഹെൽപ്ലെസ്. അല്ലെങ്കിൽ എൻ്റെ കാര്യം എപ്പോഴും ഇങ്ങനെയാണല്ലോ. എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയും കർത്താവേ? അവിടെ നിന്ന് പിറുവെറുക്കാതെ വന്ന് കിടക്കാൻ നോക്ക്. ഓ വരുവാ. ഇനിയിപ്പോൾ അല്ലെങ്കിലും നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കിടക്കാം, ഉറങ്ങാം, അത്ര തന്നെ. എന്തിനാ ഇപ്പോൾ ഇവിടെ ദേഷ്യപ്പെടുന്നേ? വെറുതെ ഒച്ചയും ബഹളമൊക്കെ പുറത്ത് കേട്ട് കഴിഞ്ഞാൽ മമ്മിയും പപ്പയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാവരും കിടന്നു. വെറുതെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാൻ നിൽക്കേണ്ട കിച്ചുവേട്ടാ. പിന്നെ ദേഷ്യപ്പെടാതെ ഞാൻ എന്താടി വേണ്ടത് പോലെ? നിൻ്റെ അടുത്ത് മലയാളത്തിലല്ലേ ഞാൻ വന്ന് പറഞ്ഞത് കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറയണമെന്ന്. എന്നിട്ട് സമ്മതമൊന്നും പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നവളെ എൻ്റെ ജീവിതം തുറച്ചിട്ട് നീ ഇതിനെ അനുഭവിക്കോടി. നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. കിച്ചുവേട്ടാ, മൈൻഡ് യുവർ വേർഡ്സ്. ഒരു തവണ ഞാൻ പറഞ്ഞു ഒച്ചപ്പാടും ബഹളവും വേണ്ടാന്ന്. പയ്യെ സംസാരിക്കേ. എനിക്ക് സൗകര്യമില്ലെങ്കിലോ? ഇത് എൻ്റെ വീട്, എൻ്റെ റൂം. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സംസാരിക്കും.
നീ എന്നെ അനുസരിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരല്ലേ. ഹലോ, ഞാൻ ഒരു തവണ പറഞ്ഞു വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ. അല്ലെങ്കിൽ പണ്ടത്തെ മിന്നിനെ പോലെ ഒന്നും കേട്ടോണ്ട് മാത്രം ഇരിക്കില്ല ഞാൻ. നീ എന്നെ എന്തോ ചെയ്യൂടി? കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നോൺ സ്റ്റോപ്പായിട്ട് കിട്ടുന്നില്ലേ? അത് തന്നെ അങ്ങ് തരം ഞാൻ 2 കവളിലുമായിട്ട്. ഓ, എന്നെ തല്ലാനും കൂടെ വാടി നിന്ന് വരാൻ ഞാൻ നിനക്ക് 2-3 തവണ താന്നു വെച്ച് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇത്രയും നാളും നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതെയും റിയാക്ട് ചെയ്യാതെയൊക്കെ ഇരുന്നത് പോലെ ഇനിയും ഞാൻ ഇരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്നോട് എന്തെങ്കിലും ചെയ്താൽ അതിന് 100 ഇരട്ടിയായിട്ട് തിരിച്ച് ചെയ്യാനും എനിക്കറിയാം. പിന്നെ ഇന്ന് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടോ നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല. എൻ്റെ പപ്പേനെ മമ്മേനെ ഓർത്തുകൊണ്ട് മാത്രം. അവർ വന്ന് അത്രയും അപേക്ഷിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിതിന് സമ്മതിച്ചത്. പിന്നെ നിങ്ങൾക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ 6 months കഴിയുമ്പോഴത്തേക്കും നമുക്ക് മ്യൂച്വലി ഒരു ഡിവോഴ്സിന് ഫയൽ ചെയ്യാം. അതാകുമ്പോൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പിന്നെ പപ്പന്മാരോടും മമ്മിമാരോടും അല്ലേ, അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാം. പക്ഷേ ഇതിൻ്റെ പേരും പറഞ്ഞ് 6 മാസത്തേക്ക് എന്നെയോ എൻ്റെ മോളെ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ നിങ്ങൾ വന്നാൽ ഈ മിന്നിൻ്റെ വേറൊരു ഫേസ് തന്നെ നിങ്ങൾ കാണേണ്ടി വരും കിച്ചേട്ടാ. ഓഹ്, എന്ത് കുന്തം വേണമെങ്കിലും കാണിക്കി. ഇതിനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അല്ലെങ്കിൽ വെല്ലോൻ്റെ കൊച്ചിൻ്റെ തന്തയാവെന്നും എന്നെ കിട്ടത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊന്നും ഇവിടെ വേറെ ആരും അറിയരുത്. ആ ഒരു കാര്യം എനിക്ക് നിർബന്ധം. അവരുടെ മുന്നിൽ പെർഫെക്റ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ആക്ട് ചെയ്തോളണം. ഒന്നുമില്ലെങ്കിലും നിന്നെ തലയിലെടുത്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ മമ്മി സമ്മതിച്ചേ. മമ്മിയുടെ മുന്നിൽ എങ്ങാനും നിന്നെ വേദനിപ്പിച്ചെന്നോ എന്തെങ്കിലും ചെയ്തോന്ന് അറിഞ്ഞാൽ പിന്നെ അത് മതി. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് മാത്രം ഡിസ്കസ് ചെയ്യുകയും തീർക്കുകയും ചെയ്താൽ മതി. ഈ മുറിക്ക് പുറത്തേക്ക് അത് കൊണ്ടുപോകണ്ട. അതന്നെ എനിക്കും പറയാനുള്ളൂ. വെറുതെ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ലെന്ന് അവരെ അറിയിച്ച് അവരെ കൂടി വിഷമിപ്പിക്കുന്ന എന്തിനാ? പക്ഷെ ഒരു കാര്യം, ഈ മുറിക്ക് പുറത്ത് മാത്രമായിരിക്കും നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ആരോ ഞാൻ ആരോ. നിനക്ക് നിന്റെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം. എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ നീയും വരണ്ട, നിന്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ ഞാനും വരുന്നില്ല. കേട്ടല്ലോ? അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക. എനിക്കൊരു ചുക്കുമില്ല. എനിക്ക് നിങ്ങളുടെ കാര്യം അറിയേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ എൻ്റെയും എൻ്റെ മോളുടെയും കാര്യങ്ങൾ മാത്രം നോക്കി ഇവിടെ നിന്നോളാം. തന്നോട് സംസാരിക്കാനോ ഇടപെടുക്കാനോ ഒന്നും എനിക്കൊരു താല്പര്യമില്ല. എന്താണെന്ന് വെച്ചായിക്കോ. ഓ, ഇതിനോട് പറയുന്നത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. മാറങ്ങോട്ട്. Dreaming